നേതാക്കളൊക്കെ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ എന്തായാലും ഇത് വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സമയമല്ല എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ വ്യക്തമാക്കിയത്. സർക്കാരിന്റെ നീക്കങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിന്തുണ നൽകുന്നു, ഒറ്റക്കെട്ടായി എല്ലാവരും പിന്തുണ നൽകുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കിയത്. അതുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിന് പിന്തുണ നൽകിയിരിക്കുന്നു. സേനകൾ നടത്തിയിട്ടുള്ള ഈ ഒരു നീക്കത്തിന് ശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, രാജ്യത്തിൻ്റെ അഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിമർശനമല്ല വേണ്ടത്, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് വേണ്ടത്. ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇരുവരും ഏതായാലും വിമർശനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തീർച്ചയായും സർക്കാരിന് ഇപ്പോൾ സർക്കാർ നൽകിയ എല്ലാ വിശദീകരണങ്ങളും കേട്ടിരിക്കുന്നു. എന്തൊക്കെ നീക്കങ്ങളാണ് സർക്കാർ നടത്തിയത്, അക്കാര്യങ്ങൾ ഇപ്പോൾ വിശദമായി കേട്ട ശേഷം സർക്കാരിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഈ സർവകക്ഷി യോഗത്തിൽ. ഏതായാലും ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എല്ലാവരും ഇപ്പോൾ പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഏതായാലും ചില നേതാക്കൾ ഇവിടെ വിജയ് ചൗക്കിലേക്ക് വന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് സർവകക്ഷി യോഗത്തിൽ ചർച്ചകൾ നടന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്, വിശദീകരിച്ചത്, ഏതായാലും പ്രധാനമന്ത്രി എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നൊരു ചോദ്യം മല്ലികാർജ്ജുൻ ഖാർഗെ പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നേതാക്കളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിന് ശേഷം ഇപ്പോൾ പാർലമെന്റ് അനക്സിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകുന്ന ദൃശ്യമാണ്. ഇക്കാര്യത്തിൽ ഒരുപക്ഷേ നേരത്തെയൊക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ പോലെ ഇനി ഒരു പ്രതികരണത്തിനുള്ള സാധ്യതയില്ല എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിമർശനങ്ങൾ നടത്തേണ്ട സമയമല്ല ഇത്. രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരതയെ പിന്തുണച്ചുകൊണ്ടുള്ള സൈന്യത്തിന്റെ നീക്കങ്ങളെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ചെറുക്കേണ്ട ഒരു സമയം എന്ന വിലയിരുത്തലോടുകൂടിയല്ലേ ഈ യോഗം പിരിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇത് വിമർശനങ്ങൾ ഉന്നയിച്ച് ഭിന്നതകൾ ഉണ്ടാക്കാനുള്ള സമയമല്ല എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിനും കൃത്യമായ ബോധ്യമുണ്ട്. കാരണം ഇത് സൈന്യം നടത്തുന്ന ഒരു നീക്കമാണ്, രാജ്യത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ്. അപ്പോൾ രാജ്യത്തിനെതിരെ ഒരു ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും അതിനെതിരെയുള്ള മുന്നേറ്റത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്ന ഉത്തരവാദിത്തം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിലപാട് വളരെ ശക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ഏതായാലും സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കുകയും സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രതിപക്ഷം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. ഏതായാലും രാജ്യത്തിൻ്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം പ്രതിപക്ഷം സർക്കാരിന് നൽകിയിരിക്കുകയാണ്.